മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ അതിജീവിതയുടെ ഐക്യദാർഢ്യം ആദ്യം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ അതിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പീൽ നൽകാനുള്ള തീരുമാനമൊക്കെ വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അത് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഒരിക്കൽ കൂടി അവർക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന സന്ദേശം നൽകാൻ ഈ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ അവരെ പങ്കെടുപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തെ ഹയാത്ത് ഹോട്ടലിലാണ് നടക്കുന്നത്. ഈ ചടങ്ങിലേക്കാണ് അതിജീവിത നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയും ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ഈ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. കർദിനാൾ ക്ലീമിസ് ബാബ അടക്കമുള്ള പ്രമുഖരുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മന്ത്രിമാർ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ പൗരപ്രമുഖരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയെ കൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. എന്തായാലും അവൾക്കൊപ്പമാണ് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ ചടങ്ങിനെ സർക്കാർ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കേസിലെ വിധി വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു പരിപാടിയിലേക്ക് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയെ ക്ഷണിക്കുന്നതും അവർ പങ്കെടുക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.